എല്ലാം റെഡിയല്ലേ? ആക്ടിവിറ്റി ചെയ്യാൻ റെഡിയല്ലേ? ഒന്ന് പൊക്കി കാണിക്കാം. നിങ്ങളുടെ കയ്യിലുള്ള കടലാസ് ഏറ്റവും സെൻട്രൽ കൂടെ ഒന്ന് മടക്കുക. മടക്കിയോ? കാരണം എനിക്ക് അത്രയും സമയമുള്ളൂ. 5 മിനിറ്റ് സമയം തന്നിട്ടുണ്ട്. എല്ലാവരും മടക്കിയില്ലേ? അതിനുശേഷം ഈ വലതു ഭാഗത്തിന്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ മുറിച്ചെടുക്കുക. എടുത്തില്ലേ? അത് തൊട്ടടുത്ത് തന്നെ വെക്കുക. താഴെ ഇടരുത്. നോക്കുക, മുറിച്ചെടുത്തല്ലായിരുന്നു. എല്ലാവരും ചെയ്യണേ. ചെയ്തില്ലേ? അത് വീണ്ടും ഒന്നുകൂടെ മടക്കുക. മടങ്ങില്ലേ? അതിന്റെ മുകൾ ഭാഗത്ത്, അതായത് ഈ ഭാഗത്ത് ഒന്നുകൂടെ മുറിക്കുക. അപ്പൊ മുകളിലും താഴെയായി. അത് ഒന്നുകൂടെ മടക്കുക. തിരിച്ചു മടക്കുക. വീണ്ടും വലതു ഭാഗത്ത് ഒന്ന് മുറിക്കുക. മുറിച്ചോ? ആ തിരിച്ചു പിടിച്ചിട്ട് വീണ്ടും അതിന്റെ അടുത്ത ഭാഗം കൂടെ മുറിക്കുക. അത് കൈക്ക് വിലക്കുറവുണ്ടെങ്കിൽ അത് കാണാതെ വേണമെങ്കിൽ ഒന്ന് കടിച്ചു മുറിച്ചു കൊടുക്കണം. അത് നടുക്കൂടെ ഒന്നുകൂടെ മടക്കുക. എന്നിട്ട് അതിന്റെ ഏറ്റവും സെന്ററിൽ കൂടെ ഏകദേശം മടക്കൊന്നും വേണ്ട, ഇവിടുന്ന് ഇങ്ങനെ മുറിച്ചെടുക്കുക. മുറിച്ചില്ലേ? എല്ലാവരും മുറിച്ചില്ലേ? മുറിച്ച് അത് നടുക്കൂടെ ഒരു കഷ്ണം എടുക്കുക. എല്ലാവരും ചെയ്തു കഴിഞ്ഞു വിചാരിക്കുന്നു. ഇനി ആ പേപ്പറൊന്ന് പതുക്കെ ഒന്ന് ഓർക്കുക. ഒന്ന് നേരത്തെ കാണിച്ചേ, ഒന്ന് നേരത്തെ കാണിച്ചേ, എല്ലാവരും ഒന്ന് കാണിച്ചേ, എല്ലാവരും ഒന്ന് നേരത്തെ കാണിച്ചേ. ഇനിയാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും 2 പേരുടെ ഒരുപോലെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞാൻ എൻ്റെ ഈ വാച്ച് തരും. ഒരുപോലെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വാച്ച് തരും. വേറൊരാൾക്ക് എൻ്റെ ഈ മോതിരം തരും. ആരെങ്കിലും മോതിരം ഈ വാച്ച് തരും. ആരെങ്കിലും 2 പേരും ഒരുപോലെ നോക്കണം. ഞാൻ കേൾപ്പിക്കുന്നു. വാച്ചിന് രാവിലെ എനിക്ക് ഒരു സുഹൃത്ത്, എൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരാളെ എനിക്ക് തന്നതാണ്. പുതിയ വാച്ചാണ്. ഇതെന്റെ മോതിരാണ്. ഞാൻ അച്ഛൻ കേൾപ്പിക്കാം. രണ്ടുപേരും വരണേ. 2 പേരും ഒരുപോലെ അറിയണം. ഒരു വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. ഒരു ഫോണിലും വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. ശ്രദ്ധിക്കാം. ഇനി ഞാൻ എന്റെ കാര്യത്തിലേക്ക് എടുക്കാം. ഇവിടെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ആശംസ പറയാനുള്ള നിലയിൽ നിങ്ങളോട് സംസാരിച്ചത് ഞാൻ ഒറ്റൊരാളാണ്. ഈ പ്രവൃത്തി ചെയ്യാൻ പറഞ്ഞത് ഞാൻ ഒരാളാണ്. കേട്ടത് നിങ്ങളൊക്കെ കേട്ടു. 150 പേര് കുട്ടികളാണ്. ഒരേ ജോലിയാണ് ചെയ്യാൻ പറഞ്ഞത്, അല്ലേ? വ്യത്യാസമില്ല. പറഞ്ഞത് ഒരേ ഒരാളാണ്.
എന്നിട്ടും നിങ്ങളെ ആരും ഒരുപോലെയായി വന്നില്ല. ഒന്നോ ഇല്ലല്ലോ. ഇതിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ക്ലാസ്, നിങ്ങളുടെ മക്കൾക്ക് ക്ലാസ് എടുക്കാൻ വരുന്ന അധ്യാപകർ, അത് വിദ്യാർത്ഥികളായാലും വന്ന് പറയുന്നത് ഒരാളാണ് പറയുന്നത്. അവരൊക്കെ ചെയ്യാൻ പറയുന്നത് ഒരേ കാര്യമാണ്. പക്ഷെ നിങ്ങളുടെ കുട്ടികളെ അത് വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ് അതിന് കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ രക്ഷിതാക്കൾ ഒരിക്കലും അവന്റെ മാർക്ക് എത്രയാണ് എന്ന് ചോദിച്ച്, അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളുടെ മാർക്ക് എത്രയാണെന്ന് ചോദിച്ച് നമ്മുടെ കുട്ടിയെ വിലയിരുത്താൻ പാടില്ല. അയൽവക്കക്കാരന്റെ വളർച്ചയെ കണ്ട് നമ്മൾ അസൂയപ്പെടണം. അവൻ അത്രയും നമുക്ക് വേണമെന്ന് പറയാൻ പാടില്ല. അവന്റെ മകൻ എങ്ങനെയുണ്ട്, അല്ല അവന്റെ മകൻ എങ്ങനെയുണ്ട്, അതുപോലെ എന്റെ മകൾ വേണമെന്ന് ചോദിക്കുന്നില്ല. നമുക്ക് നമ്മുടേതായ ഒരു കഴിവുണ്ട്. ആ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇവിടെ വരുന്ന അധ്യാപകരായാലും അച്ഛനായാലും ആരായാലും ഒരേ ഒരാളാണ് പറയുന്നത്. കേൾക്കുന്ന 100, 150 കുട്ടികളോ 100, 150 ആളുകളായിരിക്കും. പക്ഷെ ഫലം വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവരെ താരതമ്യത്തിലൂടെ നമ്മുടെ മക്കളെ നിങ്ങൾ വിലയിരുത്താൻ പാടില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ആ രീതിയിൽ വളർന്നു വരാനുള്ള സാഹചര്യം ഇവിടെ ഒരുക്കുന്നുണ്ട്. അത് വളരെ